നമ്മുടെ റിസൾട്ട് കഴിഞ്ഞ തവണത്തെ കണക്ക് എന്ന് മാത്രം 2021 NDAക്ക് കിട്ടിയത് 1065 പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണ്. 1065. അതേസമയം അത്രയും ഇല്ല. 1065 കിട്ടി. UDF കിട്ടിയത് 999. അതായത് 66 വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ തവണ പോസ്റ്റൽ ബാലറ്റിൽ ശ്രീധരനുണ്ടായിരുന്നു. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ സി കൃഷ്ണകുമാർ ലീഡ്. കാര്യം കൂടിയുണ്ട് ഡോക്ടർ അരുൺ. ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകൾ എന്ന് പറയുന്നത് 961 മാത്രമാണ്. കഴിഞ്ഞ തവണ അത് 2912. ഇത്തവണ പോസ്റ്റൽ വോട്ട്സ് എല്ലാം കൽപ്പാത്തി മേഖലയിലുള്ളത് നേരിട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2000 വോട്ടുകളോളം ഇക്കുറി പോസ്റ്റൽ ബാലറ്റിൽ പാലക്കാട് കുറവുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ തവണ 66 വോട്ടിന്റെ ലീഡാണ് ശ്രീധരൻ നേടിയിരുന്നത്. ആ ലീഡ് 850 വോട്ടിന്റെ ലീഡ് 850 വോട്ടിന്റെ ലീഡ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും വലിയ കണക്കാണല്ലോ. സമയത്തിനുള്ളിൽ വലിയ കണക്കിലേക്ക് വന്നിരിക്കുന്നു. 3 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലേക്കുള്ള 3 ലക്ഷത്തിനപ്പുറം കടക്കുന്ന കണക്ക്. 880 3 കടന്നിരിക്കുന്ന. നോക്കൂ, പാലക്കാട് വീണ്ടും ലീഡ് ഉയർത്തുന്നു. 31 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് 31 വോട്ടുകൾക്ക്, ചേലക്കരയിൽ 49. നീരാട്ട് ഗണപതിയുടെ മുമ്പിലെ കുളത്തിൽ വിരിഞ്ഞിരിക്കുന്ന ആമ്പലുകൾ പോലെ, താമര പോലെ ഇതാ വോട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. BJPയെ സംബന്ധിച്ച്, CK സംബന്ധിച്ച് BJP കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം പകരുന്ന കണക്കാണ്. പോസ്റ്റൽ ബാലറ്റിൽ ഒരട്ടിമറിയും നടന്നിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണ 66 വോട്ടുകൾക്ക് ശ്രീധരൻ ലീഡ് ചെയ്ത പോസ്റ്റൽ ബാലറ്റിൽ ആദ്യഘട്ടത്തിലെ സൂചനകൾ വരുമ്പോൾ ഒരു മാറ്റവുമില്ലാതെ CK ലീഡ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ തവണത്തെ BJPയുടെ അതേ കണക്കാണ് ഇപ്പോഴും മുന്നോട്ട് വരുന്നത്. 2021 തനിയാവർത്തനമായിരിക്കുമോ എന്നതാണ് ചോദ്യം. അതേ ട്രെൻഡ് ആയിരിക്കുമോ എന്നതാണ്. അതേ ട്രെൻഡ് ഇപ്പോൾ ലീഡിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോസ്റ്റൽ ബാലറ്റിൽ പകുതിയും നേരിട്ട് പോൾ ചെയ്തിരിക്കുന്നത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഇവിടുത്തെ സസ്പെൻസ്. വീണ്ടും CKയുടെ വോട്ടിംഗ് നില വർദ്ധിക്കുന്നു. ഈ CK 31 ലീഡ് ഉയർത്തുന്നു പോസ്റ്റൽ ബാലറ്റിൽ. BJP സി കൃഷ്ണകുമാർ പാലക്കാട് പോസ്റ്റൽ വോട്ടിൽ 31 വോട്ട്. ചേലക്കരയിൽ ഒരു ഘട്ടത്തിൽ പോലും UR പ്രദീപ് പിന്നോട്ട് പോകുന്നില്ല. രമ്യ ഹരിദാസിന് പോസ്റ്റൽ ബാലറ്റിൽ ഒരു തരത്തിലും ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചേലക്കരയിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ചേലുള്ള കാഴ്ച. പോസ്റ്റൽ ബാലറ്റിൽ അടിവെച്ച് UR പ്രദീപിന്റെ മുന്നേറ്റം. പോസ്റ്റൽ ബാലറ്റിൽ 62 വോട്ടുകൾക്ക് അടിവെച്ച് ലീപ്പ് ബൈ ലീപ്പ് ആയിട്ടാണ് ചേലക്കരയിൽ. അത്ര ചേലോടുകൂടിയാണ് UR പ്രദീപിന്റെ മുന്നേറ്റം. കണക്കുകൾ പെട്ടെന്ന് ഉയരുന്നത് വയനാട്ടിലും ചേലക്കരയിലുമാണ്. പ്രിയങ്ക 850 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലക്കാട് സി കൃഷ്ണകുമാർ 31 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ 62 വോട്ടുകൾക്കുള്ള ലീഡായി മാറിയിരിക്കും. പാലക്കാട്ടെ 31 വോട്ടിന്റെ ലീഡ് BJP കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസം പകരുമ്പോഴും കഴിഞ്ഞ തവണത്തെ ലീഡ് ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. 66 വോട്ടുകളാണ് കഴിഞ്ഞ തവണ UDFനെ അപേക്ഷിച്ച് BJP. ഒരു കണക്ക് കൂടി, അതായത് വയനാട്ടിൽ ആകെയുള്ള പോസ്റ്റൽ ബാലറ്റുകൾ 11000 അതിലാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ 850 ലീഡ് ചെയ്യുന്നത്. എന്നാൽ പാലക്കാട് സി കൃഷ്ണകുമാർ വീണ്ടും ലീഡ് ഉയർത്തിയാണ്. 36 വോട്ടുകൾക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. 60-നപ്പുറം പോകണം. 69 ചേലക്കര ഇടതുറച്ച മണ്ണ്. ചേലക്കരയിൽ വീണ്ടും ഇടതിന്റെ ചിരി വരുന്നു. പോസ്റ്റൽ ബാലറ്റിന് തുടങ്ങുമ്പോൾ കഴിഞ്ഞ തവണയും ചേലക്കരയിൽ പോസ്റ്റൽ ബാലറ്റിൽ ഇടതു തന്നെയായിരുന്നു മുൻതൂക്കം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ചേലക്കര മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവം വോട്ടിംഗ് മെഷീനിൽ എണ്ണി തുടങ്ങിയിരിക്കുന്നു. വയനാട്ടിൽ വോട്ടിംഗ് മെഷീനുകളിലേക്ക് കടക്കുമ്പോഴാണ് ഇനി കണക്കുകൾ വളരെ വേഗത്തിൽ വരിക, കണക്കുകൾ ചടുലമാവുക. വയനാട്ടിൽ വോട്ടിംഗ് മെഷീനിൽ എണ്ണി തുടങ്ങിയിരിക്കും. പാലക്കാട് വീണ്ടും 36 CK ലീഡ് ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ 66 വോട്ടിന്റെ ലീഡിനെ മറികടക്കാൻ പാലക്കാട് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് റിപ്പോർട്ടറിലൂടെ ഈ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് സി കൃഷ്ണകുമാർ. CK താങ്കൾക്ക് ചിരിക്കാം. ഈ ഘട്ടത്തിൽ വരുന്ന സൂചന ശ്രീധരനോളം കിട്ടിയ വോട്ടുകൾക്കും അപ്പുറത്തേക്ക് പോകുമെന്ന ട്രെൻഡാണ്. 66 വോട്ടുകളുടെ ലീഡാണ് പോസ്റ്റൽ ബാലറ്റിൽ കഴിഞ്ഞ തവണ ശ്രീധരൻ നേടിയതെങ്കിൽ ഇക്കുറി അതിനെയും താങ്കൾക്ക് മറികടക്കാൻ കഴിയും. ആദ്യഘട്ടത്തിൽ വരുന്ന അത് വോട്ടെണ്ണി തുടങ്ങി 18 മിനിറ്റിനുള്ളിൽ NDA വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റിൽ 36. പക്ഷേ ഇതൊരു ട്രെൻഡായോ സൂചനയായോ എടുക്കാൻ കഴിയണമെങ്കിൽ 100-ലധികം വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റിൽ പോൾ ചെയ്യണം. പാലക്കാട് ചേലക്കരയിൽ വോട്ടിംഗ് മെഷീനിൽ എണ്ണി തുടങ്ങിയില്ല. ഇല്ല. വയനാട്ടിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീനിൽ എണ്ണി തുടങ്ങിയത്. പാലക്കാട് ഒന്നാം റൗണ്ടിൽ 1800-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന BJP ഇക്കുറി നിൽക്കുമോ? നോക്കൂ, വയനാട്ടിൽ 1003 വോട്ടുകൾക്ക് പ്രിയങ്ക ലീഡ് ചെയ്യുകയാണ്. 1003 വീണ്ടും